നമ്മുടെ ED പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയല്ലോ. അപ്പോൾ ED കുറേ പേര് ആക്രമിച്ചു. നമ്മളെല്ലാവരും കണ്ടതാണ് പത്രങ്ങളിലൂടെ. അതിലൊരു പ്രതിയാണ് പാളയം സന്തോഷ് എന്ന് പറയുന്നത്. അങ്ങനെ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് നൽകിയ ഒരു പ്രതിയാണ് ഈ പാളയം സന്തോഷ്. പക്ഷേ ഇദ്ദേഹം സാധാരണ ക്രിമിനലുകൾക്ക് നമുക്ക് നമ്മുടെ രാജ്യം വിട്ടു പോകാൻ അനുമതിയില്ല. പക്ഷേ ഇയാൾ രാജ്യം വിട്ടു എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അതിശയത്തോടു കൂടിയാണ് ഇത് കേൾക്കേണ്ടത്. കാരണം EDയെ ആക്രമിച്ച കേസിനകത്ത് ആക്രമിച്ച കേസിൻ്റെ ഒരു കേസുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ള കേസ്, കൊലപാതക ശ്രമത്തിന് ആ കേസ്. കോടതിയിൽ ഇപ്പം അതിന് ജാമ്യം കിട്ടാൻ വേണ്ടി പലരും ചെന്നപ്പോൾ ED എന്ന് പറയുന്ന ഏജൻസി അന്വേഷിക്കാൻ വന്നപ്പോൾ അവരെ ആക്രമിച്ചതിന് ജാമ്യം കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമില്ല. കാരണം ഇത് ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഏജൻസിയാണ്, അതിനെ അന്വേഷിക്കാൻ അധികാരമുണ്ട്. അവരെ ആക്രമിച്ചപ്പോൾ ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ട്, അതായത് രാജ്യദ്രോഹ കുറ്റമാണ് അതിൻ്റെ പുറകിൽ വരുന്നത്. അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന EDയെ ആക്രമിച്ച കേസിലകത്ത് കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. ഷാജഹാൻ സൈഖ് എന്ന് പറയുന്ന ആൾ ED ആക്രമിച്ച പശ്ചിമ ബംഗാളിൽ ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല, 3-4 കൊല്ലമായി. അപ്പോൾ അതിന് ജാമ്യം കിട്ടാൻ വകുപ്പില്ല. അപ്പോൾ അതിനകത്ത് 25 പേരല്ല, 300 പേരോളം അന്ന് അതിനകത്ത് പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ കേസ് അന്വേഷിക്കണം. അതിനകത്ത് എന്തോ ഒരു കുഴപ്പം ഇവിടെ നടക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം വേണ്ട വിധത്തിലാകുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആക്ഷേപം കുറേ ദിവസങ്ങളായിട്ടുണ്ട്, അല്ലെങ്കിൽ ED ആക്ഷേപമായിട്ട് വന്നിട്ടുണ്ട്. ED പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ ആക്രമിച്ച കേസിനകത്ത് ആ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആക്രമിച്ചവർ പെട്ടെന്ന് ഉണ്ടായ ഒരു അക്രമമൊന്നുമല്ല. അതിനകത്ത് ഞങ്ങളെ ആക്രമിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ഗൂഢാലോചന നടത്തി ഡയറക്ഷൻ ചെയ്താണ് അത് ചെയ്തത്. അങ്ങനെ ചെയ്തുകൂടാന്ന് അറിയാൻ വയ്യാത്തവരല്ലായിരുന്നു ഈ പറയുന്ന കൂട്ടത്തെ, അല്ലെങ്കിൽ വലിയ ഒരു ജനസഞ്ചയം ഉണ്ടായിരുന്നല്ലോ. CPM ആണെന്നും പറഞ്ഞുകൊണ്ട്, SFI ആണെന്നും പറഞ്ഞുകൊണ്ട്, DYFI ആണെന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ജനസഞ്ചയമുണ്ട്. രാവിലെ തൊട്ടേ അവിടെ റെയ്ഡ് നടക്കുമ്പോൾ ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതിന്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ട്. അതിനുശേഷം വിളിച്ചു കൂട്ടിയവരോട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. അത് പാർട്ടി സംവിധാനത്തിലാണല്ലോ ഇത് വന്നത്. പിണറായി വിജയന്റെ ഈ വീട്ടിലും മറ്റിടങ്ങളിലുമാണ് റെയ്ഡ്. പിണറായി വിജയൻ CPM പോളിറ്റ് ബ്യൂറോ. അപ്പൊ അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ED ഈ കേസിനകത്ത് കക്ഷി ചേർന്ന് ഗൂഢാലോചന നടത്തിയവർക്കെതിരെയും ഇതേ വലിപ്പത്തിൽ ആക്രമിച്ചവർക്ക് എതിരെ രീതിയിൽ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കേസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞ ഗോവിന്ദമാഷ് ഉൾപ്പെടെ വരുക, അല്ലെങ്കിൽ രാജ്യസഭാ MP വിട്രാസും, അല്ലെങ്കിൽ DYFIയുടെ ഉന്നത നേതാവായിട്ടുള്ള റഹീമും, അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട ആനാവൂർ നാഗപ്പനും മറ്റു പല CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഉണ്ട് അവിടെ. അപ്പൊ അവരിപ്പം അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് ഒരു പക്ഷേ ഈ കേസിനകത്ത് വേണ്ട വിധത്തിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ആക്ഷേപം വരുന്നുണ്ട്. CPM അല്ല ഭരിക്കുന്നതെങ്കിൽ പരസ്പര ധാരണയോടുകൂടി. അപ്പൊ ആ അന്വേഷണം അങ്ങനെ നടക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ആ ആക്ഷേപം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. EDക്ക് ഈ ആക്ഷേപമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വേണ്ട രീതിയിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്താണ് ഇപ്പം അന്വേഷണം വേണ്ട വിധത്തിൽ അല്ല എന്ന് ബോധ്യമാകുന്ന രീതിയിൽ ഈ പറയുന്ന ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അതായത് ഈ പറയുന്ന പാളയം സന്തോഷ് എന്ന് പറയുന്ന ആളിനെ പോലീസിന് അറിയാത്തതല്ല, പ്രധാനപ്പെട്ട കക്ഷിയാണ്, CPMന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഇയാൾക്ക് ഇതുകൂടാതെ വേറെ കേസുകളും കാണാം. ഇയാളെ അന്ന് തൊട്ട് അന്വേഷിച്ചിരിക്കുകയാണ്. ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി അന്ന് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് പ്രത്യേക ഒരു 30 അംഗ സംഘത്തിനെ അന്ന് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. രമേശ് ചെന്നിത്തല തീരുമാനിച്ച സൈബർ സെല്ലിനെയും വെട്ടിച്ച് ക്രൈംബ്രാഞ്ചിനെയും വെട്ടിച്ച് ഈ 30 അംഗ പോലീസ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ EDയെ അന്വേഷിച്ച, EDയെ ആക്രമിച്ച, EDയെ കൊല്ലാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ആ ആക്ഷേപത്തിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് വ്യക്തത വരുത്തി അന്വേഷിക്കാൻ ഉപയോഗിച്ച ആ പോലീസ് ഉണ്ടാക്കിയ അതിനെ എല്ലാം മറികടന്ന് ഇദ്ദേഹം പോയെന്ന് പറഞ്ഞാൽ, അത് മറികടന്ന് പോകണമെങ്കിൽ ലൂക്കോസ് നോട്ടീസ് ഉള്ള ഒരാൾ പോകണമെങ്കിൽ, ലൂക്കോസ് നോട്ടീസ് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കാട്ടി വലിയ ആൾക്കാർ ലൂക്കോസ് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിമാനത്താവളങ്ങളിൽ ചെല്ലുമ്പോൾ അയാളെ അവിടെ വെച്ച് പിടിക്കുന്നില്ല. അപ്പൊ അവിടുന്ന് അയാൾ ഇപ്പൊ പറയുന്ന പോലീസ് പറയുന്നത് അയാൾ രാജ്യം വിട്ടു, ഏത് രാജ്യത്തോട്ട് പോയെന്ന് അറിയത്തില്ല. അതാണ് സാർ ഞാൻ പറയുന്നത്. ഒരു സാധാരണ ജനങ്ങൾക്ക് വെളിയിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ എത്രമാത്രം ചെക്കിങ്ങും നടത്തിയിട്ടാണ് പോകുന്നത്, ഒരു തെറ്റും ചെയ്യാത്തവര്. പക്ഷെ ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് അതിനകത്താണ് ഇങ്ങനെയുള്ളവർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് കൃത്യമായിട്ട് ഇയാൾക്ക് വെളിയിൽ പോകേണ്ട ഒരു അവസ്ഥ ഇപ്പൊ എന്തോ ഒളിച്ചു പോകാൻ വേണ്ടിയാണ്. അപ്പൊ ഒളിച്ചു പോകാൻ വേണ്ടി വെളിയിൽ പോകണമെങ്കിൽ അയാൾ കള്ളനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും ക്രിമിനൽ ആണെങ്കിലും അതിന് സാധ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരു വഴി ഒരുക്കിയിരിക്കുന്നു. അത് ആരൊരുക്കിയിരിക്കുന്നു? പോലീസ് ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ അത് ആരൊരുക്കിയിരിക്കുന്നു? വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ സുരക്ഷാ വീഴ്ചയല്ലേ. അപ്പൊ ആർക്കും ഇവിടെ വേണമെങ്കിൽ ക്രിമിനൽസിന് കയറി വരാൻ സ്വാധീനമുണ്ടെങ്കിൽ, ക്രിമിനൽസിന് എന്തും ചെയ്യാൻ സ്വാധീനമുണ്ടെങ്കിൽ, ഇതിപ്പോ ഈ പാളയം സന്തോഷ് പോയ വഴി നോക്കുമ്പോൾ, ഇത്രയും ഈ വഴി നോക്കുമ്പം അതിനകത്തൊരു
വല്ലാത്ത ക്രിമിനൽ നിഗൂഢതയുണ്ട്. നിഗൂഢതയുണ്ട്. കാരണം എങ്ങനെ പോകാൻ സാധിക്കുന്നു? അപ്പൊ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സുരക്ഷാ സംവിധാനം ഇത്രയ്ക്ക് പാളിച്ചു. പാളിയാണോ? അല്ലെങ്കിൽ ആ സുരക്ഷാ സംവിധാനത്തിനകത്ത് ഇരിക്കുന്നവർ ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മനസ്സിലാവും. അവിടെ ഒരു അവിടെ അപ്പൊ അതുകൊണ്ടാണ് ഈ കേസിനകത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടല്ലോ നേരത്തെ ഈ അന്വേഷണം. അപ്പം നമ്മൾ വിചാരിച്ചതും സംശയിച്ചതും പരാതി കൊടുത്തതൊക്കെ ശരിയല്ലേ? ഇഡി അന്വേഷിച്ച കേസിനകത്ത് പ്രധാനപ്പെട്ട കക്ഷികളെയൊക്കെ ഒരുപക്ഷെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടില്ലേ? അപ്പൊ അതിനകത്ത് വെളിവിടാനും ഒതുക്കാനും പറ്റാത്ത ഒരാളാണ് ഈ പാളയ സന്തോഷ്. അയാൾക്ക് രാജ്യം വിടാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തില്ലേ? അപ്പൊ ഇതൊരു നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കേസ് ആഭ്യന്തര വകുപ്പിനും അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്കും ഇഡിക്കും ഒക്കെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് ചെയ്ത ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒരുപക്ഷെ വിചാരിച്ചതുപോലെ കേരളത്തിൽ നടക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആശങ്കപ്പെട്ടതുപോലെ നടക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരാതി കൊടുത്തത് ശരിയാകുന്നു. അപ്പം ഈ രീതിയിലേക്ക് ഈ കേസ് എങ്ങുമെത്താതെ പോകും. അതിനും കാരണം എന്താണ്? CMRL എക്സാലോജി കേസിനകത്ത് നമ്മൾ കേൾക്കുമ്പോൾ ആരോപണം വരുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ആണെങ്കിൽ പോലും അതിന്റെ പിറകിൽ പലരുമുണ്ട്. ഒരുപക്ഷെ ഈ കേസ് വലിയ വലിപ്പത്തിൽ വന്നാൽ, വലിയ വ്യാപ്തിയിൽ വന്നാൽ, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതുപോലെ വീണ വിജയനിലും അല്ലെങ്കിൽ ഒന്നും നിൽക്കത്തില്ല. പിണറായി വിജയൻ സർക്കാരിലേക്ക് വ്യാപിക്കും. അതിനകത്ത് പല ഉന്നതരിലേക്കും വ്യാപിക്കും. ഇപ്പൊ ഇരിക്കുന്ന സർക്കാരിലെ പല ഉന്നതരിലേക്കും ബാധിക്കും. അതായത് ഈ കേസ് വേണ്ട വിധത്തിൽ അന്വേഷിച്ചാൽ അതിനകത്തെ കോടികളുടെ അഴിമതി, അല്ലെങ്കിൽ ഈ പറയുന്ന 178 കോടി രൂപ നിഴൽ അക്കൗണ്ടിൽ കൂടി നടത്തിയ കള്ളപ്പണ ഇടപാട്, അത് വാങ്ങിച്ചവരുടെ പേര്, എന്തിന് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന കരിമണൽ കർത്ത നടത്തിയ സാമ്പത്തിക ക്രമക്കേട്, അല്ലെങ്കിൽ കമ്പനി നടത്തിയതിനകത്ത് നടത്തിയ കള്ളത്തരങ്ങൾ, അതിനൊക്കെ നിന്നുകൊടുത്ത ഭരണാധികാരി, അത് മിണ്ടാതിരിക്കുന്നതിന് വേണ്ടി കാശ് മേടിച്ച പ്രതിപക്ഷം, ഇതൊക്കെ വരും. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ പാളയം സന്തോഷ് ഒരു പക്ഷേ തിരോധാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കിയപ്പോൾ 25 പേരെ അകത്തുള്ളല്ലോ, 300 പേർക്കെതിരെ കേസാണല്ലോ. അവിടെ ലോകത്തുള്ള മാധ്യമങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് പാടും. ഒരുപാടുമില്ലല്ലോ, എല്ലാവരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. ഈ 30 അംഗ അല്ലെങ്കിൽ അന്ന് വലിയ ആക്ഷേപം വന്നപ്പോൾ ED ആക്രമിക്കുന്നതിന് വേണ്ടി പോലീസ് നിന്നു കൊടുത്തു, അതിന് പ്രതിപക്ഷം നിന്നു കൊടുത്തു, രമേശ് ചെന്നിത്തല പോലീസ് നിന്നു കൊടുത്തു എന്നുള്ള ആക്ഷേപം വന്നപ്പോഴാണ് രമേശ് ചെന്നിത്തല 30 അംഗ സംഘത്തെ, അതിനകത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെച്ചിട്ട്, നിസ്സാരക്കാരൊന്നുമില്ല, ഉന്നത IPS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെച്ചേക്കുന്നത്, അവരെ വെച്ചാണല്ലേ ഈ 30 അംഗ സമിതി. ഈ 30 അംഗ സമിതിക്ക് ഇതുവരെ ഈ 300 പേരെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്ത് പോലീസ്? അപ്പൊ രാജ്യത്ത് എന്ത് നടക്കുമല്ലോ. അപ്പൊ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലായിട്ട് കാര്യശേഷി ഉള്ളതും എഫിഷ്യന്റ് ആയിട്ടുള്ളതും എന്നൊക്കെ പറയുമ്പം ഈ രീതിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഒന്നെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കേരള പോലീസ് എഫിഷ്യന്റ് അല്ല, അത് പക്ഷെ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കേസിനകത്ത് ഇങ്ങനെ മതി, അങ്ങനെ പിടിക്കണ്ട, ഇത്രയും 25 പേര് പോയത് പോട്ടെ, അവിടെ കൊണ്ടങ്ങ് ക്ലോസ് ചെയ്താട്ട്, ഇഡിയുടെ താല്പര്യത്തിനും കേന്ദ്ര ഗവൺമെന്റ് താല്പര്യത്തിനും ഒന്നും നിന്നു കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. പാളയം സന്തോഷിന്റെ തിരോധാനം വലിയ വാർത്തയാകും. അത് പ്രധാനമന്ത്രിയോട് ഉൾപ്പെടെ ഓഫീസിനോട് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിന് സമാധാനം, അല്ലെങ്കിൽ നേരത്തെ ഇത് കൊടുത്തിട്ടുണ്ട് അന്വേഷണം, അല്ലെങ്കിൽ അത് ആ രീതിയിലേക്ക് അന്വേഷണം വേണ്ട വിധത്തിൽ തൃപ്തികരമല്ല, വേണ്ട വിധത്തിൽ അന്വേഷണം, അതിന് മറുപടി കൊടുത്തേ ഒക്കത്തുള്ളൂ. കേരളത്തിലുള്ള ആഭ്യന്തര വകുപ്പ് മറുപടി കൊടുക്കും. അപ്പോൾ ഇത് വലിയ കുഴപ്പത്തിലാകും, പ്രശ്നത്തിലാകും. ഇതിനകത്ത് ഇയാൾ പോയതിന് മറുപടി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടവർ കൊടുക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.